നമുക്കുമൊരു സിലിക്കൺ വാലി പത്തനംതിട്ട ജില്ലാതല കോൺക്ലേവ് ഫെബ്രുവരി 10 നടക്കും. വേണം നമുക്കുമൊരു സിലിക്കൺ വാലി എന്ന പ്രമേയത്തിൽ ടാൽറോപ്പിന്റെ സഹകരണത്തോടെ റിപ്പോർട്ടർ TV സംഘടിപ്പിക്കുന്ന എഡ്യൂടെക് കോൺക്ലേവ് സീരീസിലെ 13ാമത്തെ കോൺക്ലേവായ പത്തനംതിട്ട ജില്ലാതല കോൺക്ലേവാണ് വള്ളിക്കോട് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത്. ടെക്നോളജിയിലുള്ള അറിവ് ജീവവായു പോലെ പ്രാധാന്യമേറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ക്യാമ്പസുകൾ ഈ വിധത്തിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്യാമ്പസ് മാനേജ്മെന്റുകളും ക്യാമ്പസുകളിലെ അക്കാദമിക് നേതൃത്വവും ഉൾപ്പെടെ പങ്കെടുക്കുന്ന കോൺക്ലേവ് വിശദമായി ചർച്ച ചെയ്യും. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും വിശദമായ സംവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് എഡ്യൂടെക് കോൺക്ലേവുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അന്തർദേശീയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വിചക്ഷണർ, ടെക് രംഗത്തെ വൻകിട സംരംഭകർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയവർ കോൺക്ലേവിന്റെ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും. ക്യാമ്പസ് മാനേജ്മെന്റ് പ്രതിനിധികൾക്കും അക്കാദമിക് പ്രതിനിധികൾക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന എഡ്യൂടെക് കോൺക്ലേവുകളിലെ മികച്ച പങ്കാളിത്തവും ഈ ഒരു ആവശ്യം ഏറ്റെടുത്തുവെന്നതിന്റെ സാക്ഷ്യമായി മാറുന്നു. നമ്മുടെ വിഭവം വിദ്യാഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഇറങ്ങിയാൽ ഉടനെ നമ്മൾ ആവശ്യപ്പെടുന്ന സംവിധാനം എന്താണ്? സൊസൈറ്റി ആവശ്യപ്പെടുന്ന ആ കുട്ടിയോട് ജോബായിട്ട് പോയി ജോലി സമ്പാദിക്കാനാണ്. അപ്പോൾ ആ ഇക്കോസിസ്റ്റത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. ടാൽറോപ്പിന്റെ പിന്തുണയോടെ റിപ്പോർട്ടർ TV സംഘടിപ്പിക്കുന്ന എഡ്യൂടെക് കോൺക്ലേവ് സീരീസിലെ പത്തനംതിട്ട ജില്ലയിലെ തിരഞ്ഞെടുത്ത ക്യാമ്പസുകളുടെ മാനേജ്മെന്റ് തലത്തിലും അക്കാദമിക് തലത്തിലുമുള്ള പ്രതിനിധികൾക്കായി സംഘടിപ്പിക്കുന്ന പത്തനംതിട്ട ജില്ലാതല കോൺക്ലേവാണ് ഫെബ്രുവരി 10 രാവിലെ 10 മുതൽ 1:30 വരെ വള്ളിക്കോട് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത്. വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ, ഒരു തൊഴിൽ പരിചയമുള്ള വിദ്യാർത്ഥികളെയാണ് സർവകലാശാലകൾ പുറത്തേക്കിറക്കേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുറത്തേക്കിറക്കേണ്ടത്. അത് സ്വാഭാവികമായി പരിണമിക്കേണ്ടതാണ്. പക്ഷേ അവിടെ ഫ്രെഡറിക് ടെർമൻ വേണം, സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പോലെ വിശാലമായ കാഴ്ചപ്പാടുള്ളവർ വേണം. 1950 ആ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ഉണ്ടായിരുന്ന ആ പരിസരമാണ് ഇന്ന് നമ്മൾ കാണുന്ന സിലിക്കൺ വാലിയായി പരിണമിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓരോ മിനി സിലിക്കൺ വാലിയായി മാറാനുള്ള സാധ്യത ഏറെയാണ്. ലോക മാർക്കറ്റ് ആവശ്യപ്പെടുന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസ മാതൃകയെ കേരളത്തെ പരിചയപ്പെടുത്തുകയാണ് എഡ്യൂടെക് കോൺക്ലേവ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.